കൊല്ലത്ത് ട്രെയിൻ മറിച്ചിടാനുള്ള ശ്രമം അന്വേഷിക്കാൻ NIA പ്രതികളെ ചോദ്യം ചെയ്തു. മദ്യലഹരിയിൽ ചെയ്തതെന്ന് പ്രതികളുടെ മൊഴി. ഫോൺ പോസ്റ്റ് റെയിൽവേ ട്രാക്കിൽ വെച്ചത് കഷ്ണങ്ങളായി മുറിക്കാൻ, ആക്രിക്ക് വിൽക്കാൻ ലക്ഷ്യമിട്ടുവെന്നും പ്രതികൾ. തെളിവെടുപ്പ് അല്പസമയത്തിനകം. ശശി തരൂർ ഇടഞ്ഞു തന്നെ. കടുത്ത നിലപാടുമായി ഇംഗ്ലീഷ് പത്രത്തിൽ അഭിമുഖം. ഇങ്ങനെ പോയാൽ മൂന്നാമതും തിരിച്ചടി നേരിടുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ നേതൃദാരിദ്ര്യമെന്നും തനിക്ക് മുന്നിൽ വേറെ വഴികളുണ്ട് എന്നും തരൂർ. പാർട്ടിയാണ് ജയിപ്പിച്ചതെന്ന് തരൂർ മറക്കരുത് എന്ന് കെ മുരളീധരൻ. പിണറായിയോട് താല്പര്യമുള്ള നേതാവാണ് തരൂരെന്ന് KV തോമസ്. ആശാവർക്കർമാരുടെ സമരം 14-ാം ദിവസം. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മഹിളാ കോൺഗ്രസ്. സമരത്തെ BJPയും പിന്തുണച്ചതോടെ പ്രതിസന്ധിയിലായി സർക്കാർ. മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്ന് ഇടതുമുന്നണിയിലും ആവശ്യം. ഏറിവരുന്ന പിന്തുണ സർക്കാരിനുള്ള മറുപടിയെന്ന് ആശാവർക്കർമാർ ന്യൂസ് 18നോട്. ഇന്ന് സൂപ്പർ സൺഡേ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം ഉച്ചയ്ക്ക്. മത്സരം ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ. മികച്ച ഫോം തുടരുന്ന ടീം ഇന്ത്യ വിജയപ്രതീക്ഷയിൽ. നിക്ഷേപക ഉച്ചകോടി വൻ വിജയമെന്ന വിലയിരുത്തലിൽ സർക്കാർ. പ്രതീക്ഷിച്ചതിനേക്കാൾ നിക്ഷേപം ലഭിച്ചു. 3 വർഷത്തിലൊരിക്കൽ ഉച്ചകോടി നടത്തുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. തെലങ്കാനയിലെ ടണൽ അപകടത്തിൽ രക്ഷാദൗത്യത്തിന് സൈന്യവും. നാഗർകുന്നൂലിലെ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത് 8 പേർ. വെള്ളവും ചെളിയും നിറഞ്ഞത് രക്ഷാദൗത്യം ദുഷ്കരമാക്കുന്നതായി റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള 2ാം പട്ടികയായി. 81 കുടുംബങ്ങൾ കരട് പട്ടികയിൽ. ടൗൺഷിപ്പിലെ കുടുംബങ്ങളുടെ എണ്ണം 323ആയി. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധവുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. ദുരന്ത ഭൂമിയിൽ കുടിൽ കെട്ടി സമരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. ശ്വാസതടസ്സമുള്ളതായി ജമേലി ആശുപത്രി. ജീവൻ നിലനിർത്താൻ കൂടിയ അളവിൽ ഓക്സിജൻ നൽകുന്നതായി ഡോക്ടർമാർ.